ഞങ്ങള് നിക്കാതിന് പോവാണ്. മറ്റേ സംഭവം ഒരുപാട് കാരണോല് തോന്നില്ല. 2 മാസത്തെ എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പൊ ആ പറഞ്ഞ ദിവസം ഒന്ന് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് സെലിബ്രിറ്റീസ് ഒക്കെ ഉള്ള ഫാമിലിയാണ്. ഞാൻ പിന്നെ പണ്ടേ നീലക്കോയിലായതുകൊണ്ട് എന്നെ കണ്ട എല്ലാവരും മുഖം പൊത്തും. എന്തിനാ എന്തോ ഞങ്ങൾക്ക് തരാനുള്ള വിചാരിച്ചാൽ കൈയിട്ട് വരാൻ ചെന്നപ്പോഴാണ് മൂത്താപ്പ അതൊക്കെ ക്ലീൻ റാപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അപ്പൊ പള്ളിക്കുള്ളതായിട്ട് ഞങ്ങളായിട്ട് ഇറക്കി ഞങ്ങൾക്ക് ഒരു മൂല്യരുണ്ട്. ചെറിയ ചെറിയ തോക്കൊക്കെ ഞങ്ങൾക്ക് ഈ മൂല്യം പറഞ്ഞമാരുന്നല്ല വലിയ കഴിവുകളുള്ള പുള്ളിയാണ്. അങ്ങനത്തെ നമ്മുടെ പുയ്യാപ്പിള ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും സലാമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾ ഇറങ്ങാണ്. പള്ളിയിൽ വെച്ചിട്ടായിരുന്നു നിക്കാഹ് ഉണ്ടായിരുന്നത്. നിക്കാഹിന്റെ വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. കാരണം എനിക്ക് തരുന്നതെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടു. അല്ലെങ്കിൽ ഞാൻ കബിക്ക് ഡബിൾ ടോക്കും അതും എനിക്കറിയാം. തരൂല. ഞങ്ങള് നിക്കാതിന് പോവാണ്. മറ്റേ അവന്റെ പറ്റിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മന്തികൾ തോന്നുന്നെങ്കിൽ വെറും സ്വാഭാവികം മാത്രം. കാരണം അവർക്ക് ഒരു സങ്കടം അല്ലെങ്കിൽ വന്നത് പല പാത്രത്തിലും ഒരു പത്രത്തിൽ കൈയിട്ട് വരിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പെണ്ണായതുകൊണ്ട് 8 മുമ്പ് ഞാൻ കെട്ടി. ഇവർ കെട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റത്തെ കെട്ടാണ് കൂട്ടത്തില്. അപ്പൊ പിന്നെ സങ്കടം ഇല്ലാതിരിക്കില്ല. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞാൽ നമ്മുടെ മെഹർ ഇടാൻ വേണ്ടി പെണ്ണിന് വീട്ടിൽ പോകണം. അങ്ങനെ ചെക്കനൊക്കെ കാർ കയറിയിട്ടുണ്ട്. വ്ലോഗുണ്ടേ മെയിൻ ഹൈലൈറ്റ് അത് നിർബന്ധല്ലേ? ഇവനെ ആക്കിയതാണോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നിയോ? എന്നാലും കാറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടി മേലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എത്തിയത് അവർക്ക് അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കുറച്ച് നടക്കാണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗ്രൂമിന്റെ എൻട്രി ആയിരുന്നു. ഗ്രൂം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട്. കാരണം ക്യാമറമാൻ എന്ന് പറയുന്നു അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫോട്ടോ ക്ലിയർ ആവില്ല. ചെക്കൻ ചെല്ലാതെ നമുക്ക് ചെല്ലാനും പറ്റൂല. ഇവന്റെ ഫോട്ടോഷൂട്ട് ആണെങ്കിൽ കഴിയണില്ല. അങ്ങനെ ഞങ്ങൾ എടുത്ത് കുറച്ച് ഫോട്ടോ വീഡിയോസ് ഒക്കെ അതൊക്കെ കഴിഞ്ഞാൽ ചെക്കൻ ഇറങ്ങി നടക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓന്റെ പിന്നാലെ ഞങ്ങളും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. കാരണം പറഞ്ഞ ടൈമിൽ നിന്ന് ഞങ്ങൾ ചെറുതായിട്ട് വെരി ചലിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ മാത്രമേ വൈകിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഞങ്ങൾ അവരിങ്ങനെ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൈഡ്. നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാണാൻ പോയ വീഡിയോസിലൊക്കെ ആളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് കാത്തുനിന്ന് നല്ല രീതിക്ക് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹെവി വെയിറ്റുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടുകൊണ്ട് വെയിറ്റ് ചെയ്യണല്ലോ. അങ്ങനെ പിന്നെ മെഹർ കെട്ടലായി, ബൊക്കെ കൊടുക്കലായി, ഗിഫ്റ്റ് കൊടുക്കലായി, അങ്ങനെ എല്ലാം നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി എന്റെ ഒരു എൻട്രി ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ കേക്ക് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പൊ ക്യാമറമാൻ പറഞ്ഞു ഇവിടെ വെക്കൂ. അപ്പൊ നമ്മൾ അവിടെ വെച്ചു. ഇതാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് കഴിച്ചാൽ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ. പേടിച്ചിട്ട് പറഞ്ഞതാണെന്നുള്ളത് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ അറിയേ ഒരിക്കലിനെ പറ്റി നല്ലോണം അറിയാം. അങ്ങനെ ടാറ്റി തന്നുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവന് എനിക്ക് തന്നെ ടാറ്റ ഞാൻ എന്റെ കൂടെ പോകേണ്ടത് എനിക്കില്ല. പക്ഷെ എനിക്ക് ടാറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചും ടാറ്റ കൊടുത്തു. പിന്നെ ഉച്ചക്കും വൈകുന്നേരം കഴിച്ചത് കുറച്ച് ഹെവി ആയതുകൊണ്ട് ഞങ്ങൾ പോയിക്ക് ഒരു ഷോടി വാങ്ങി കുടിച്ചിട്ടാണ് വീട്ടിൽ പോയത്. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി നാളെ ഓക്കെ ബൈ.